ഒരു കർഷകന് മഞ്ഞും മഴയൊന്നും ഒരു പ്രശ്നമല്ല. 365 ദിവസം പാലും പത്രമൊക്കെ വീട്ടിലെത്തിക്കണമെങ്കിൽ ഇതേപോലെ ഒന്നും തടസ്സമില്ലാണ്ട് മുന്നോട്ട് പോകണം. എല്ലാവർക്കും സുഖമല്ലേ? വിചാരിക്കാണ്ട് മഴ വന്നെത്തിയപ്പോൾ എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടുണ്ട്, ഒരു സംശയമില്ല. ഇനിയിപ്പോൾ ഇവിടെ ഞങ്ങൾ പണിക്കാരെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കൂടുതൽ യന്ത്രങ്ങൾ കൊണ്ട് കാര്യങ്ങൾ നടത്താനുള്ള പരിപാടിക്ക് നീങ്ങുന്നു. ഇതാകുമ്പോൾ പാലിന് നല്ല ക്വാളിറ്റി, നല്ല ഒന്നാന്തര സൈലേജ് ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റും. പണിക്കാരും കുറവ് മതി. ഇത് വെട്ടിക്കൊണ്ടുവരാനൊക്കെ വെച്ച് ആളെ കിട്ടണ്ടേ. പിന്നെ ഇപ്പോൾ ഇതാ കുറച്ചെണ്ണത്തിനെ മേടിച്ചു കൊടുന്ന് ഇവരൊക്കെ കൃഷ്ണഗിരി മദാമ്മമാരാ, അങ്ങ് അഴിച്ചിട്ട് വളർത്താമെന്ന് വെച്ചു. അഴിച്ചിടുമ്പോൾ ഒരു മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊരു കാൽപെരുമാറ്റമൊക്കെ കിട്ടും. അപ്പോൾ ഈ കുളമ്പ് കാര്യങ്ങൾ ഒക്കെ വലിയ പ്രശ്നമില്ലാണ്ടിരിക്കും, കൂടുതൽ വളരില്ല. അതേപോലെ തന്നെ ഇവർക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇവർ തിന്നോളും. എപ്പോഴാണ് പോയി കിടക്കേണ്ടതെന്ന് വെച്ചാൽ പോയി കിടന്നോളും. അവരുടെ ഇഷ്ടം പോലെ തന്നെ അപ്പിയിട്ട് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും. പിന്നെ പശുക്കൾ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ വിളികൾ വരും. ഒരു പശു പ്രസവിച്ച വീട്ടമ്മമാരേന്ന് എന്താ പാലിന് കട്ടിയില്ലല്ലോ, പാടയില്ലല്ലോ, ഞങ്ങളുടെ കിണറ്റിലും വെള്ളം കിട്ടുമോ എന്നൊക്കെ ഉള്ള കമൻറ്റുകൾ വരും. നമ്മളതൊക്കെ വളരെ ഈസി ആയിട്ട് എടുക്കുള്ളൂ. കാരണം ചെയ്യുന്നത് സത്യസന്ധമായിട്ട് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ മനസ്സ് തൃപ്തിയാക്കുക എന്നുള്ളതാണല്ലോ വലിയൊരു കാര്യം. കുറേയധികം പ്രശ്നങ്ങളുണ്ട്, പ്രത്യേകിച്ച് ഈ മഴക്കാലം വിചാരിക്കാണ്ട് വന്ന് പെട്ടപ്പോൾ തുടങ്ങി വെച്ച പണികളൊക്കെ ഇടയ്ക്ക് നിന്നുപോയി. പക്ഷെ എന്നാലും ഒരു പ്രശ്നമല്ല. ഈ പ്രശ്നങ്ങൾ തരണം ചെയ്യുമ്പോഴല്ലേ നമുക്കൊരു സന്തോഷം മനസ്സിന് വരിക. എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക, ഒന്നും ഇരുന്നാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ഒരു മേൽഗതി പുരോഗതിയൊക്കെ വേണ്ടേ. പാല് കറക്റ്റായിട്ട് വീട്ടിലെത്താമെന്ന് പറയുമ്പോൾ അത് തന്നെ വലിയൊരു സന്തോഷമാണ്. തുടങ്ങിയിട്ട് ഇന്ന് വരെ ഒരൊറ്റ ദിവസം പോലും അമ്പിൾ ഫാമിലെ പാല് കറക്റ്റായിട്ട് എത്താണ്ടിരുന്നിട്ടില്ല. അത് ഏത് മഴയായാലും വെയിലായാലും മഞ്ഞായാലും വീട്ടിൽ കൊണ്ടെത്തിക്കും, അതിനൊരു സംശയമില്ല. പിന്നെ ഇതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പഴയ ആൾക്കാരെ നിർത്തിയിട്ടുണ്ട്. ഇവരാകുമ്പോൾ യാതൊരു പ്രശ്നവുമില്ല, മെഷീനാണ്, ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും പാല്, വെട്ടി വിഴുങ്ങി അങ്ങ് പൊക്കോളും. പിന്നെ ഇവരും വേണം, ഇവരുടെ മക്കളും വേണം. ഭാവി തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. ഇതും നമ്മുടെ കുട്ടികൾ തന്നെയാണ്. പിന്നെ ഇവർക്ക് തീറ്റ കൊടുക്കാനൊക്കെ ആയിട്ട് ഒരു പുതിയ യന്ത്രമൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്, TMR മെഷീൻ. വേണ്ട, നമ്മുടെ അടുത്ത തലമുറ വരണ വരവ് വേണ്ട. ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ 30 ലിറ്റർ പാലിന് ഒരു ആക്ഷേപമില്ല. സ്റ്റാർട്ടിങ്ങിൽ തന്നെ 5 ലിറ്റർ പാല് ഒരു ദിവസം വെച്ച് കൊടുത്തിട്ടാണ് വളർത്തുന്നത്. എല്ലാം ഒരുവിധം കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. ദൈവാനുഗ്രഹം കൊണ്ട്, നിങ്ങളുടെ പ്രാർത്ഥന അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ സഹായം കൊണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം നേരുന്നു, നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു വെരി മച്ച്.